നമസ്കാരം. അറബ് രാജ്യങ്ങൾ കൂടി പിന്തുണ പിൻവലിക്കുമെന്ന അവസ്ഥയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ തങ്ങളുടെ നിലപാടിൽ ഇപ്പോൾ മാറ്റം വരുത്താൻ നിർബന്ധിതനായിരിക്കുന്നത്. പടിഞ്ഞാറൻ ഏഷ്യയിലെ വൻ ശക്തിയായി നിലകൊള്ളുന്ന ഇറാന്റെ ഉറച്ച നിലപാടുകൾക്കും തന്ത്രപരമായ കരുത്തിനും മുന്നിൽ ഒടുവിൽ അമേരിക്കൻ ഭരണകൂടത്തിന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാന് നേരെ വൻതോതിലുള്ള സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പ്രത്യാഘാതങ്ങളുടെ തീവ്രത ഭയന്ന് പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടത് ഇറാന്റെ പ്രാദേശിക സ്വാധീനവും പ്രതിരോധ ശേഷിയും വിളിച്ചോതുന്ന വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. അമേരിക്കയുടെ നിരന്തരമായ ഭീഷണികളെയും അതുപോലെ തന്നെ സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ കാണിച്ച ജാഗ്രതയാണ് അമേരിക്കയെ ഈ പെട്ടെന്നുള്ള തീരുമാനമാറ്റത്തിലേക്ക് നയിച്ച ഘടകം. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനത്തോടെയാണ് ഈ നാടകീയ സംഭവങ്ങളുടെ തുടക്കം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാനിൽ അഴിച്ചുവിടാൻ പോകുന്നത് എന്നതായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ്. പക്ഷേ ഇറാൻ കുലുങ്ങിയത് പോലുമില്ല. വാഷിംഗ്ടണിൽ നിന്നും ഉയർന്ന ആ സന്ദേശം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വൻ വാർത്തയാക്കിയിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഭീതിജനകമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ വിനാശകരമായ അന്തരീക്ഷത്തിലേക്ക് മധ്യപൂർവേഷ്യ തള്ളപ്പെടുകയാണോ എന്ന് നയതന്ത്ര വിദഗ്ധരും അതുപോലെ തന്നെ സാധാരണക്കാരും ഒരുപോലെ ഭയന്ന നിമിഷങ്ങൾ. എപ്പോൾ വേണമെങ്കിലും മിസൈലുകൾ പായുമെന്ന അവസ്ഥയാണ് പിന്നീട് രൂപപ്പെട്ടത്. എന്നാൽ ആ ഭീതി അധിക നേരം നീണ്ടു നിന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ ഗതി മാറ്റേണ്ടി വന്നു, വിധി തിരുത്തേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായിട്ടുള്ള എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ഇറാനെതിരെയുള്ള ആക്രമണ പദ്ധതികൾ താൽക്കാലികമായി മാറ്റിവെച്ചതായിട്ട് ട്രംപ് നേരിട്ടാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത്. തങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച സൈനിക നീക്കം തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല എന്നതായിരുന്നു അദ്ദേഹം സമ്മതിച്ചത്. ഗൾഫ് സഖ്യരാജ്യങ്ങളിൽ നിന്നുള്ള ശക്തമായ അഭ്യർത്ഥനയും ഇറാന്റെ തടസ്സമില്ലാത്ത പ്രത്യാക്രമണ ശേഷിയെക്കുറിച്ചുള്ള ഭയവുമാണ് ഈ അതിനിർണായക തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകമെന്ന് പകൽ പോലെ വ്യക്തമാണ്. ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാൻ അമേരിക്കയെ പൂർണ്ണമായും നിർബന്ധിതരാക്കുകയായിരുന്നു അറബ് രാഷ്ട്രങ്ങൾ. കാരണം നഷ്ടം സംഭവിച്ചത് മുഴുവൻ അറബ് രാജ്യങ്ങൾക്കാണ് എന്ന വസ്തുത നമ്മൾ അറിയണം. ഈ തീരുമാനത്തിന് പിന്നിൽ നടന്ന നയതന്ത്ര നീക്കങ്ങൾ വളരെ സങ്കീർണമായിരുന്നു. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് നടത്തിയ ഫോൺ സംഭാഷണവും ഇതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പ്രവചനാതീതമായിരിക്കുമെന്നും സൈനിക നടപടിയേക്കാൾ ഇറാനുമായിട്ട് ഒരു കരാറിലെത്തുന്നതാണ് മേഖലയുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ സമാധാനത്തിനും നല്ലതെന്ന് സൗദി ഭരണകൂടം വളരെ വ്യക്തമായിട്ട് അമേരിക്കയെ അറിയിക്കുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ്, അമേരിക്കയ്ക്ക് സൗദിയുടെ വാക്ക് അങ്ങനെ തള്ളാൻ പറ്റില്ല. അവർ തമ്മിൽ വളരെ നല്ല ബന്ധമാണുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന ഇറാന്റെ കടുത്ത നിലപാട് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ ഭീതി തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത്. ആ ഭയം ഒരു വലിയ നയതന്ത്ര സമ്മർദ്ദമായിട്ട് മാറുകയായിരുന്നു. അതിലൂടെ രൂപപ്പെട്ട ശക്തമായ സമ്മർദ്ദമാണ് ഒടുവിൽ വാഷിംഗ്ടണിന്റെ കൈകളെ പൂർണ്ണമായും കെട്ടിയിട്ടത്. സാധാരണയായി അമേരിക്കയുടെ എല്ലാ സൈനിക നീക്കങ്ങളെയും പിന്തുണയ്ക്കാറുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇത്തവണ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ തുടങ്ങിയ ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തോട് രാഷ്ട്രീയപരമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. പല പ്രാദേശിക വിഷയങ്ങളിലും ഇവർ തമ്മിൽ കടുത്ത ഭിന്നതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും വൻകിട യുദ്ധം ഇറാനുമായിട്ട് ഉണ്ടാകുന്നത് ഇവർ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇത് ഇറാന്റെയോ അവിടുത്തെ ഭരണകൂടത്തിന്റെയോ മേലുള്ള സ്നേഹം കൊണ്ടോ സൗഹൃദം കൊണ്ടോ ഒന്നും അല്ല നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് സ്വന്തം രാജ്യങ്ങളുടെ നിലനിൽപ്പും സാമ്പത്തിക ഭദ്രതയും മുൻനിർത്തി മാത്രം അവർ എടുത്ത ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു. ആ നിലപാടിലേക്ക് അമേരിക്കയെ കൃത്യമായിട്ട് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഇതിന് പിന്നിൽ പ്രധാനമായും വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം ഭൂപടത്തിലെ സ്ഥാനം തന്നെയാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇറാനോട് വളരെ അടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് നടക്കുന്നത് അമേരിക്കയുടെ മണ്ണിലായിരിക്കില്ല, മറിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളുടെ വീട്ടുപടിക്കലാണ്. ഇറാന്റെ കൈവശം അതിവേഗം തൊടുക്കാവുന്ന ആയിരക്കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട്. അത്യാധുനിക ഡ്രോണുകളും ശക്തമായ നാവികസേനയും അവരുടെ കയ്യിലുണ്ട്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ, വലിയ തുറമുഖങ്ങൾ, അമേരിക്കൻ സൈനിക താവളങ്ങൾ, കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തകർത്തെറിയാൻ ഇറാന് സാധിക്കും. നമുക്കറിയാവുന്നതാണ് യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നത്. ഗൾഫ് രാജ്യം ഇതിൽ ഇടപെടായിട്ട് പോലും അവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു. ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ പോലും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വർഷങ്ങൾ കൊണ്ടും നികത്താൻ കഴിയില്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്.
പറയുന്നത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയുടെ പൂർണ്ണമായ തകർച്ചയെ കുറിച്ചുള്ള ഭയം തന്നെയാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഈ യുദ്ധം ഉണ്ടാക്കി കൊടുത്തല്ലോ. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ മുഴുവനും നിലനിൽക്കുന്നത് ഈ മേഖലയിലെ ശാന്തമായ അന്തരീക്ഷത്തിലാണ്. അവിടെ സമാധാനം അവർക്ക് നിർബന്ധമാണ്. എണ്ണ വിൽപ്പന, പ്രകൃതിവാതകം, കടൽമാർഗമുള്ള ആഗോള കച്ചവടം, ബാങ്കിങ്, വിനോദസഞ്ചാരം എന്നിവയിൽ നിന്നാണ് അവർ പ്രധാനമായിട്ടും വലിയ വരുമാനം കണ്ടെത്തുന്നത്. ദുബായ്, ദോഹ, അബുദാബി, റിയാദ് തുടങ്ങിയ ആധുനിക നഗരങ്ങളെല്ലാം വിദേശ നിക്ഷേപങ്ങളെയും വലിയ അന്താരാഷ്ട്ര ബിസിനസ്സുകളെയും ആശ്രയിച്ചത് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. എണ്ണ ഇതര സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ. അവിടെ യുദ്ധമുണ്ടാകുമെന്ന ഒരു ചെറിയ ഭീഷണി ഉണ്ടായാൽ പോലും വൻ സാമ്പത്തിക തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. കടൽമാർഗമുള്ള ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ കൂടും. വിനോദസഞ്ചാരികളുടെ വരവ് പൂർണ്ണമായി നിൽക്കും. കാരണം ജീവഭയമാണല്ലോ എല്ലാവർക്കും വരിക. വിദേശ നിക്ഷേപകർ തങ്ങളുടെ കോടിക്കണക്കിന് ഡോളറിന്റെ പണം തിരികെ എടുക്കും. ഇത് അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് തന്നെ ഒടിക്കുന്ന കാര്യം തന്നെയാണ്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനം എന്ന് പറയാവുന്നതുമായിട്ടുള്ള വിഷയം ഹോർമുസ് സമുദ്രസന്ധിയാണ്, അല്ലെങ്കിൽ ഹോർമുസ് കടലെടുക്കാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്നത് വളരെ വീതി കുറഞ്ഞ ഈ ഇടുങ്ങിയ കടൽ മാർഗത്തിലൂടെയാണെന്ന് നമുക്കറിയാമല്ലേ. ഹോർമുസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് അടുത്ത കാലത്താണ്. മേഖലയിൽ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ കടൽപാത ഇറാൻ പൂർണ്ണമായും ഉപരോധിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ എണ്ണ കയറ്റുമതി പെട്ടെന്ന് തടസ്സമാകും. എണ്ണ വിൽക്കാൻ കഴിയാതെ അവരുടെ വരുമാനമാണ് നിൽക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ലോകമെമ്പാടും എണ്ണവില കുതിച്ചുയരുകയും ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ വലിയൊരു തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഈ ഒരു അവസ്ഥ ഗൾഫ് രാജ്യങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ളതാണ്. നാലാമതായി നമ്മൾ കാണേണ്ടത് ഈ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ വൻതോതിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും ഈ യുദ്ധത്തിൽ ഇറാൻ ലക്ഷ്യമിട്ടത് ഇതൊക്കെ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു നേരിട്ടുള്ള യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ല എങ്കിൽ പോലും ഇവിടുത്തെ അമേരിക്കൻ താവളങ്ങൾ ഇറാന്റെ പ്രധാന ആക്രമണ ലക്ഷ്യങ്ങളായിട്ട് മാറും. സ്വന്തം രാജ്യത്തിനുള്ളിലെ വിദേശ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും വലിയ അപകടത്തിലാക്കുന്നതാണ്. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇത്തരം വാർത്തകളൊക്കെ, അല്ലെ. അഞ്ചാമതായി പറയാനുള്ളത് അവരുടെ ദീർഘകാല ഭാവി വികസന പദ്ധതികളെ കുറിച്ചാണ്. അതായത് സൗദി അറേബ്യ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിഷൻ 2030, UAEയുടെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികൾ, ഖത്തറിന്റെ ഭീമമായ നിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ഭാവി തലമുറയ്ക്കായി രൂപകൽപ്പന ചെയ്തവ തന്നെയാണ്. ഇനി എണ്ണയെ മാത്രം ആശ്രയിക്കാതെ മറ്റു മേഖലകളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഈ പദ്ധതികളെല്ലാം വിജയകരമാകണമെങ്കിൽ ഈ മേഖലയിൽ പൂർണ്ണമായ സമാധാനവും സ്ഥിരതയും അത്യാവശ്യവുമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഈ കൂറ്റൻ സ്വപ്നങ്ങളെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കും. അവസാനമായി പറയാനുള്ളത് അടുത്ത കാലത്തായി ഇറാനുമായി ഗൾഫ് രാജ്യങ്ങൾ ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധങ്ങൾ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. പഴയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോൾ പോലും പല ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായിട്ട് വീണ്ടും നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സൗഹാർദ്ദപരമായിട്ട് പരിഹരിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. മുൻപത്തെ പോലെ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് പോവാതെ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് മുന്നോട്ടുള്ള വഴിയെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണമായതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ തന്നെയാണ്. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ യുദ്ധം ബാധിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങൾ തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇറാന്റെ പ്രാദേശിക സ്വാധീനം വർദ്ധിക്കുന്നതിലും അവരുടെ മിസൈൽ ശേഷിയിലും ഒക്കെ ഈ ഗൾഫ് സർക്കാരുകൾക്ക് ഇപ്പോഴും വലിയ ഭയവും ആശങ്കയും ഒക്കെ ഉണ്ട്. മാത്രവുമല്ല ഇവരുടെയൊക്കെ സഖ്യകക്ഷി എന്ന് പറയുന്നത് അമേരിക്കയാണ്. എന്നാൽ ഒരു കാര്യം അവർക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ അറിയാവുന്നതാണ്. ഇറാന്റെ കടുത്ത ശത്രുതയേക്കാൾ ഭീകരവും അപകടകരവുമാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ യുദ്ധം എന്ന കാര്യം. കാരണം ഈ യുദ്ധം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതവും ഭയങ്കരമായ നാശനഷ്ടങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് അവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന അറബികൾ തന്നെയായിരിക്കും, അവിടുത്തെ ജനതയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കാൻ ഇവർക്ക് സാധിച്ചത്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ തന്നെയാണല്ലോ അവർക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലേ? ഇതാണ് ഒടുവിൽ അമേരിക്കയുടെ എല്ലാ സൈനിക പദ്ധതികളെയും തടഞ്ഞു നിർത്തിയത്. ഇറാന്റെ പ്രാദേശിക ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്താനും അതേസമയം തന്നെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും ഗൾഫ് രാജ്യങ്ങൾ എടുത്ത ഈ ജാഗ്രത വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ സർവ്വസന്നാഹങ്ങളോടെയും ഇറങ്ങി പുറപ്പെട്ട അമേരിക്കയെയും ട്രംപിനെയും പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ ഈ സംയുക്ത സമ്മർദ്ദത്തിന് സാധിച്ചു എന്നതാണ് ഇവിടെ പറയേണ്ടത്. യുദ്ധത്തെക്കാൾ പ്രധാനം നയതന്ത്ര ചർച്ചകളാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി
സംഘർഷങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ഒടുവിൽ ലോകശക്തിയായ അമേരിക്ക പോലും നിർബന്ധിതരായിരിക്കുന്നു. അതും അറബികളുടെ വാക്കുകേട്ട്. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങളും ഗൾഫ് രാജ്യങ്ങളുടെ സമയോചിതമായ ഇടപെടലുമാണ് മധ്യപൂർവേഷ്യ ഒരു വലിയ വിനാശകരമായ യുദ്ധത്തിൽ നിന്ന് തൽക്കാലത്തേക്കെങ്കിലും പൂർണ്ണമായും കരകയറ്റിയത് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല യുദ്ധം അവസാനിച്ചോ ഇല്ലേ എന്നുള്ളത്. കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബ് രാജ്യങ്ങൾ കൂടി പിന്തുണ പിൻവലിക്കുമെന്ന അവസ്ഥയിലായതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായത്. എന്തായാലും പശ്ചിമേഷ്യയിലെ വൻശക്തിയായി നിലകൊള്ളുന്ന ഇറാന്റെ ഉറച്ച നിലപാടുകൾക്കും അവരുടെ തന്ത്രപരമായ കരുത്തിന് മുന്നിൽ ഒടുവിൽ അമേരിക്കൻ ഭരണകൂടത്തിന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇറാന് നേരെ വൻതോതിലുള്ള സൈനിക ആക്രമണം നടത്താമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം പ്രത്യാഘാതങ്ങളുടെ തീവ്രത ഭയന്ന് പെട്ടെന്ന് പിൻവലിക്കപ്പെട്ടത് ഇറാന്റെ പ്രാദേശിക സ്വാധീനവും പ്രതിരോധ ശേഷിയും വിളിച്ചോതുന്ന വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് മാറുന്നത്. എന്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞുവെങ്കിൽ ഇറാന്റെ കരുത്ത് തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അമേരിക്കയുടെ നിരന്തരമായ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും അതിജീവിച്ച് സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ കാണിച്ച ഈ ജാഗ്രത തന്നെയാണ് അമേരിക്കയെ പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു പ്രഖ്യാപനത്തോടെയാണ് ഈ നാടകീയ സംഭവങ്ങളുടെ തുടക്കം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇറാനിൽ അഴിച്ചുവിടാൻ പോകുന്നത് എന്നായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ മുന്നറിയിപ്പ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ? വാഷിംഗ്ടണിൽ നിന്നുയർന്ന ആ സന്ദേശം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഭീതിജനകമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. പക്ഷേ ഇപ്പോൾ ആ തീരുമാനം ട്രംപ് മാറ്റിയിരിക്കുന്നു. അതും അറബ് രാജ്യങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.